മാത്സ് ലേണിംഗ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ കണക്കുകളുമായിട്ടല്ല വന്നിരിക്കുന്നത്. ഒരു ചെറിയൊരു ട്രിക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്കെല്ലാം വളരെയധികം പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടുന്ന, പരീക്ഷയ്ക്ക് സമയം ലാഭിക്കാൻ കഴിയുന്ന ഒരു ചെറിയൊരു ട്രിക്ക് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സ്ക്വയർസ് ആൻഡ് സ്ക്വയർ റൂട്ട്സ് പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ്. നമുക്ക് ആദ്യം യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന സംഖ്യകളുടെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറയും. പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം 5ന്റെ സ്ക്വയർ 25ആണ്. ഓക്കെ, 15ന്റെ സ്ക്വയർ 225ആണ്. 25ന്റെ സ്ക്വയർ 625ആണ്. ഓക്കെ, ഇതുവരെ ഒട്ടുമിക്ക പിള്ളേർക്കും അറിയാൻ സാധിക്കും. ഇനി അങ്ങോട്ട് അറ്റത്ത് 5 വരുന്നത്, അതായത് യൂണിറ്റ് പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുന്ന സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ, അതായത് ക്രിയ ചെയ്യാതെ ഗുണിക്കാതെ തന്നെ. ഇപ്പൊ 25 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 25 × 25 ആണ്. സ്ക്വയർ പഠിക്കാത്ത ഒരാളാണെങ്കിൽ, മനക്കണക്കായി പഠിച്ചു വെക്കാത്ത ഒരാളാണെങ്കിൽ 25നെ 25 കൊണ്ട് ഗുണിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെ ഗുണിക്കാതെ നമ്മളൊരു 30 വരെയെങ്കിലും ഉള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സ് ഒന്ന് കാണാതെ പഠിച്ചു വെക്കുന്നത് നിങ്ങളുടെ സ്കൂൾ ലൈഫിന് വളരെ നല്ലതാണ്. പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെയധികം പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. പരീക്ഷയ്ക്ക് സാധാരണ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് ചോദിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി 35ന്റെ സ്ക്വയർ ഒരാൾക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും. വളരെ എളുപ്പമാണ്, 1225. അതുപോലെ 45ന്റെ സ്ക്വയർ 2025. അതുപോലെ 55ന്റെ സ്ക്വയർ 3025. ഇതൊക്കെ എങ്ങനെ എഴുതാൻ സാധിക്കുന്നു ഇത്ര പെട്ടെന്ന്? ഇതിന്റെ ടെക്നിക്കിലേക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് വെരിഫൈ ചെയ്യാം. ഞാൻ ഈ എഴുതിയ ആൻസർ. ഓക്കെ, 5ന്റെ സ്ക്വയർ എല്ലാവർക്കും അറിയാം, 25 തന്നെയാണ്. ഓക്കെ, 15ന്റെ സ്ക്വയർ, ഓക്കെ, ഒരു എളുപ്പ വഴിയുണ്ട്, ഞാനത് ഇവിടെ എഴുതാം. ഞാൻ അതിന്റെ ടെക്നിക്കാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ 15ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. ഇവിടെ ടെൻസിന്റെ സ്ഥാനത്ത് 1, അതിന്റെ തൊട്ടടുത്ത നാച്ചുറൽ സംഖ്യ കൊണ്ട് അതിനെ ഗുണിക്കുക. കണ്ടോ? അപ്പൊ 1ന്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യ 2 ആണ്. 1 2 2. എന്നിട്ട് 5ന്റെ സ്ക്വയർ, ഈ യൂണിറ്റ് പ്ലേസിൽ 5 വരുന്നതിന്റെ എല്ലാത്തിന്റെയും കണ്ടോ ഒരു സൈഡിൽ, അതായത് അതിന്റെ അവസാനത്തെ 2 അക്കം 25 ആയിരിക്കും. അപ്പൊ അതിൽ നമുക്ക് മാറ്റില്ല, അത് നമുക്ക് ധൈര്യമായിട്ട് കണ്ണും കൂട്ടി എഴുതാം. ഈ 5ന്റെ സ്ക്വയർ 25. അതിന് മുമ്പ് വരുന്ന സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കുന്ന ടെക്നിക്കാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് 15 ആണെങ്കിൽ 1, അപ്പൊ അതിന്റെ ടെൻസ് പ്ലേസ് 1 ആണല്ലോ. ആ 1ന്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യയോട് അതിനെ ഗുണിക്കുക. 1ന്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യ ഏതാണ്? 1 2 2 ആണ്. അപ്പൊ 1 × 2, ആ 2 ആണ് 225ന്റെ 25ന്റെ മുന്നിൽ എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് 25 സ്ക്വയർ ആണെങ്കിൽ ഇവിടെ, അപ്പൊ നമ്മൾ ഈ 5 നോക്കുക വേണ്ട, 5 25 അവിടെ ലാസ്റ്റ് വന്ന് കിടക്കും. നമ്മൾ അതിന് മുമ്പുള്ള സംഖ്യ നോക്കിയാൽ മതി. 2, അതിന്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യ ഏതാണ്? 3 ആണ്. അപ്പൊ 2 ഉം 3 കൂടെ ഗുണിക്കുക, 6 കണ്ടോ. എന്നിട്ട് 5ന്റെ സ്ക്വയർ 25 എഴുതി കൊടുക്കുക. അതുപോലെ 35ന്റെ സ്ക്വയർ, 3ന്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യ ആരാണ്? 4. അപ്പൊ 3 ഉം 4 കൂടെ ഗുണിക്കുക, 3 4 12. അതിനുശേഷം 5ന്റെ സ്ക്വയർ 25 എഴുതി കൊടുക്കുക. 45 സ്ക്വയർ, 4ന്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യ ആരാണ്? 4 5 20 ആണ്. ഓക്കെ, അതിന്റെ കൂടെ 5ന്റെ സ്ക്വയർ കൂടെ ചേർത്ത് 20 25 2025 എന്ന് എഴുതുക. 55 സ്ക്വയർ, അപ്പൊ 5ന്റെ കണ്ടോ, ഇവിടെ എല്ലാം നമ്മൾ ടെൻസ് പ്ലേസിന്റെയാണ് നോക്കുന്നത്. 10ന്റെ സ്ഥാനത്തെ അക്കം, അതും അതിന്റെ തൊട്ടടുത്ത സംഖ്യ തമ്മിൽ ഇൻഡ്യൂ ചെയ്തിട്ട് 25 എഴുതി കൊടുത്താൽ മതിയാകും. ഇങ്ങനെയാണ് 5 യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് അടുത്ത സംഖ്യ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. 65 സ്ക്വയർ ആരായിരിക്കും? അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഈ നടുക്കൾ എഴുതണമെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞു തന്നതാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. 65 സ്ക്വയർ, അപ്പൊ 6 അല്ലേ? 6ന്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യ 7. 6 7 42. ചെറിയ ടേബിൾ എല്ലാം നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ. 6 7 42. അതിനുശേഷം 5ന്റെ സ്ക്വയർ 25 എഴുതി കൊടുത്താൽ മതിയാവും. ഓക്കെ, 75ന്റെ സ്ക്വയർ എന്തായിരിക്കും?
7 7ന്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യ 8 7 56 25 ഉണ്ടോ. അടുത്ത 85ന്റെ സ്ക്വയർ 8ന്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യ 9 9 8 72 അപ്പൊ 72 25 95ന്റെ ഓക്കെ 9ന്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യ 10 10 9 കൂടെ ഗുണിക്കുമ്പോൾ 90 90 25 ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അടുത്ത നമുക്ക് ഇതിന്റെ മുകളിലുള്ള സംഖ്യകളെ നോക്കാം എങ്ങനെയാണെന്ന്. നമുക്ക് 3 അക്ക സംഖ്യയിലേക്ക് പോവാം. 105 സ്ക്വയർ ഇങ്ങനെ കണ്ടുപിടിക്കും. അപ്പൊ ഇതിന് കുറച്ച് സംഖ്യകളുടെ സ്ക്വയർസ് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പം പെട്ടെന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ അപ്പൊ അതെ 10 ഈ 5ന് തൊട്ട് മുമ്പുള്ള സംഖ്യ 10. അപ്പൊ 10ന്റെ ഇവിടെ 2 അക്ക കൊടുക്കണം കേട്ടോ. 10ന്റെ സ്ഥാനത്ത് അക്ക കൊടുക്കണം, 100ന്റെ സ്ഥാനത്ത് അക്ക കൊടുക്കണം. ടെൻസിന്റെയും ഹൺഡ്രഡ്സിന്റെയും പ്ലേസിലുള്ള സംഖ്യകൾ ഒരുമിച്ച് എടുത്തിട്ട് അതിന്റെ തൊട്ടടുത്ത സംഖ്യ നോക്കണം. 10ന്റെ തൊട്ടടുത്ത സംഖ്യ ആരാണ്? 11 ആണ്. 10ഉം 11ഉം കൂടെ ഗുണിച്ചാൽ 110 കണ്ടോ. 10ഉം 11ഉം കൂടെ ഗുണിച്ചാൽ 110. അപ്പൊ 5ന്റെ സ്ക്വയർ 25. അടുത്തത് 115. ഓക്കെ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? 11ന്റെ തൊട്ടടുത്ത സംഖ്യ 12. 11ഉം 12ഉം കൂടെ എങ്ങനെ ഗുണിക്കും? അപ്പൊ നമുക്ക് സൈഡിൽ ഗുണിക്കേണ്ടി വരുന്നില്ലേ? അതിനൊരു എളുപ്പ വഴിയുണ്ട്. 11ന്റെ സ്ക്വയേഴ്സ് അറിയാവുന്നവർക്ക് എളുപ്പമാണ്. 11ന്റെ സ്ക്വയർ എത്രയാണ്? അപ്പൊ ഇങ്ങനെ വരാൻ നേരത്ത് 11ന്റെ സ്ക്വയറിന്റെ കൂടെ പ്ലസ് 11 ഉണ്ടോ, അതിന്റെ കൂടെ പ്ലസ് 25, അതിന്റെ കൂടെ 25 കൂടി ചേർത്ത് എഴുതിയാൽ മതി. അപ്പൊ 11ന്റെ സ്ക്വയർ നമുക്കറിയാം 121. ആ 121ന്റെ കൂടെ ഒരു 11 കൊടുക്കുക. അപ്പൊ 11നെ 12 കൊണ്ട് ഗുണിച്ചതിന് തുല്യമാകും. അപ്പൊ 11നെ 12 കൊണ്ട് ഗുണിക്കുന്നതിന് പകരമാണ് ഞാൻ ഈ ടെക്നിക്ക് പറഞ്ഞിരിക്കുന്നത്. ആദ്യം 11ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, അതിനുശേഷം ഒരു 11 കൂടി കൂട്ടുക. 11ന്റെ സ്ക്വയർ എത്രയാണ്? 121. 121 11 132 ആണ് ഉണ്ടോ. ആ 132ന്റെ കൂടെ ഒരു 25 കൂടെ ചേർത്ത് എഴുതിയാൽ മതിയോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഉത്തരം. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യാതെ തന്നെ കണ്ടുപിടിച്ചു. മനസ്സിലായോ? അടുത്ത് 125 സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? 12നെ 13 കൊണ്ട് ഗുണിക്കണം. 12നെ 13 കൊണ്ട് ഗുണിക്കാൻ 12ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് ഒരു 12 കൂടെ കൂട്ടിയാൽ മതിയാവും. അപ്പൊ 12നെ 13 കൊണ്ട് ഗുണിച്ചതിന് തുല്യമാകും. എന്നിട്ട് അവസാനം 25 കൂടെ ചേർത്ത് കൊടുക്കുക. 12ന്റെ സ്ക്വയർ നമുക്കറിയാം 144 ആണ്. ആ 144ന്റെ കൂടെ ഒരു 12 കൂടെ കൂട്ടുക. അപ്പൊ 156 വരും. 156 25 ആണ് ഇതിന്റെ ഉത്തരം കണ്ടോ. അതുപോലെ 135 സ്ക്വയർ. അപ്പൊ 13 സ്ക്വയറിന്റെ കൂടെ ഒരു 13 കൂടെ കൂട്ടുക കണ്ടോ. കണ്ട അതിന്റെ കൂടെ 25 എഴുതി വയ്ക്കുക. ഇവിടെ ഇതൊന്നും സമമല്ല, ഇങ്ങനെ കോമ ചെയ്ത് നമുക്ക് എഴുതാം. ഓക്കെ ഉത്തരം 115ന്റെ സ്ക്വയർ. അപ്പൊ 13 സ്ക്വയർ 169. 169ന്റെ കൂടെ 13 കൂടെ കൂട്ടുക. അപ്പൊ 182 എന്ന് കിട്ടും. അതിന്റെ കൂടെ ഒരു 25 കൂടെ ചേർക്കുക. അപ്പൊ 182 25. അടുത്തത് 145 സ്ക്വയർ. അപ്പൊ 14 സ്ക്വയറിന്റെ കൂടെ ഒരു 14 കൂടെ കൂട്ടുക. അപ്പൊ 14 സ്ക്വയർ 196 ആണ്. 196ന്റെ കൂടെ ഒരു 14 കൂടെ കൂടുമ്പോൾ 210 എന്ന് കിട്ടും. അപ്പൊ 210 25 ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നമുക്ക് മുകളിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ 155 സ്ക്വയർ. അപ്പൊ 15 സ്ക്വയറിന്റെ കൂടെ ഒരു 15 കൂടെ കൂട്ടുക. അപ്പൊ ഇത് 15 സ്ക്വയർ 225 ആണ്. 225ന്റെ കൂടെ 5 കൂടെ 240 കിട്ടും. അപ്പൊ 240 25 ആണ് ഇതിന്റെ ഉത്തരം. അപ്പൊ ഇങ്ങനെ മൂന്നക്ക സംഖ്യകൾ കണ്ടുപിടിച്ചില്ലെങ്കിലും കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചില്ലെങ്കിലും ആ ചെറിയ സംഖ്യകളുടെയെങ്കിലും നിങ്ങൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഈ സംഖ്യകൾ ഇങ്ങനെ എഴുതാതെ തന്നെ വേണം നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കാൻ. ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളെ ടെക്നിക്ക് പഠിപ്പിച്ചതാണ്. ഇത് ചെറുതാതെ എങ്ങനെ പഠിക്കാം? ഇപ്പൊ 105 സ്ക്വയർ 10ന്റെ തൊട്ടടുത്ത സംഖ്യ 11. 11 10 ഗുണിക്കുമ്പോൾ 110. അപ്പൊ 110 25 ഉണ്ടോ. 11ന്റെ സ്ക്വയർ 121. അതിൻ്റെ കൂടെ ഒരു 11 കൂടെ കൂട്ടുക. 121 11 132 132 ഇതെല്ലാം മനക്കണക്കായിട്ട് തന്നെ ചെയ്യാം. അല്ലാതെ മറ്റൊന്നും ഇതിനകത്ത് എഴുതാൻ പാടില്ല. ചോദ്യോടെ എഴുതുക, ആൻസർ അപ്പുറത്ത് എഴുതുക. അങ്ങനെയാണ് നമ്മൾ ഇത് ശീലിക്കേണ്ടത്, പരിശീലിക്കേണ്ടത്. ഓക്കെ 125 സ്ക്വയർ 12ന്റെ സ്ക്വയർ 144. അതിന്റെ കൂടെ ഒരു 12 കൂടെ കൂട്ടുക. 156 25. 13ന്റെ സ്ക്വയർ 169. അതിന്റെ കൂടെ ഒരു 13 കൂടെ കൂട്ടുക കണ്ടോ. അപ്പൊ 169 13 182 25. 145ന്റെ സ്ക്വയർ. അപ്പൊ 14ന്റെ സ്ക്വയർ 196. അതിന്റെ കൂടെ 14 തന്നെ കൂട്ടുക. അപ്പൊ ഇത് മൂന്നക്ക സംഖ്യ വന്നാലാണ്. അപ്പൊ രണ്ടക്ക സംഖ്യ വന്നാൽ ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 15 സ്ക്വയർ 1ന്റെ തൊട്ടടുത്ത സംഖ്യ 2. അപ്പൊ 225. 25 സ്ക്വയർ 2ന്റെ തൊട്ടടുത്ത സംഖ്യ 3 3 2 6 625.
അതുപോലെ 35 സ്ക്വയർ, 3ന്റെ തൊട്ടടുത്ത സംഖ്യ 4, 3 4 12 25. ഓക്കെ, ഇതെങ്കിലും അതായത് 95 വരെയുള്ള സംഖ്യകളെല്ലാം നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുക. ഇത് നമുക്ക് പെട്ടെന്ന് പരീക്ഷകളിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ട്രിക്കാണ് കേട്ടോ. ഓക്കെ, ഇനി ഈ 5 യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നു കൂടി നമുക്ക് നോക്കാം. ഉദാഹരണം, ഒരാൾ റൂട്ട് 225 ഉണ്ടോ. ഈ 25 വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് 5ന്റെ സ്ക്വയർ ആയിട്ടുള്ള സംഖ്യയാണ് ഈ റൂട്ടിനകത്ത് കിടക്കുന്നത് 225. ഓക്കെ, അപ്പൊ നമുക്കിതിന്റെ യൂണിറ്റ് പ്ലേസിൽ 5 എടുക്കാം. ഓക്കെ, അതിനുശേഷം 25ന് ശേഷമുള്ള സംഖ്യയാണ് നമുക്ക് വേണ്ടത്. ഈ 2 എന്ന് പറയുന്നത് ഏത് 2 അടുത്തടുത്ത സംഖ്യകൾ ഗുണിച്ചതിന്റെ ഫലമാണെന്ന് ആലോചിക്കണം കേട്ടോ. 2 എന്ന് പറയുന്നത് അടുത്തടുത്ത 2 സംഖ്യകൾ. ഈ 2 ലഭിക്കാനെങ്കിൽ 1ഉം 2ഉം കൂടെ ഗുണിക്കുമ്പോഴല്ലേ 2 കിട്ടുന്നത്. അടുത്തടുത്ത 2 സംഖ്യകൾ 1ഉം 2ഉം ആണ്. അതിൽ ചെറിയ സംഖ്യ ഏതാണെന്ന് നോക്കുക. 1. അതാണ് ഇതിന്റെ തൊട്ട് മുന്നിൽ എഴുതുന്നത്. ടെൻസിന്റെ പ്ലേസ്, അതായത് 10ന്റെ സ്ഥാനം. അപ്പൊ 15ന്റെ 227 സ്ക്വയർ റൂട്ട് 15 ആണ്. അതുപോലെ റൂട്ട് 625 ഉണ്ടോ. ഇതേ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. 25ന്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. എന്നിട്ട് 6 ഏതെല്ലാം അടുത്തടുത്ത 2 സംഖ്യകൾ ഗുണിച്ചാലാണ് കിട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കുക. 6 എന്ന് പറയുന്നത് 2ഉം 3ഉം കൂടെ ഗുണിച്ചാലല്ലേ. ഓക്കെ, നിങ്ങൾ 1 6 അങ്ങനെ എടുക്കരുത്. 1 × 6 6. ഇത് 1 6 അടുത്തടുത്ത സംഖ്യകളല്ലല്ലോ. അപ്പൊ നമ്മൾ ഗുണിക്കാൻ എടുക്കുന്ന സംഖ്യകൾ അടുത്തടുത്ത നാച്ചുറൽ നമ്പേഴ്സ് ആണ്, അടുത്തടുത്ത എണ്ണൽ സംഖ്യകളാണ് പറയുന്നത്. അപ്പൊ 1 × 6 എന്ന് എടുക്കാൻ പാടില്ല. 2 × 3, 2ഉം 3ഉം അടുത്തടുത്ത സംഖ്യകളാണല്ലോ. അതിൽ ചെറിയ സംഖ്യയാണ് ഇവിടെ 10ന്റെ സ്ഥാനത്തുള്ളത്. 2 3 അതിൽ ചെറിയ സംഖ്യ 2 അല്ലേ. അപ്പൊ 25 ആണ്. 625ന്റെ സ്ക്വയർ റൂട്ട് 25 ആണ്. അതുപോലെ റൂട്ട് 1225. ഓക്കെ, ഇതുപോലെ തന്നെ 25 ആയതുകൊണ്ട് ഒറ്റയുടെ സ്ഥാനത്ത് 5. 12 ഏതെല്ലാം അടുത്തടുത്ത സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതാണ്? 3 4 കൂടെ ഗുണിക്കുന്നതല്ലേ. 3 4 12. 3 4 അടുത്തടുത്ത സംഖ്യകളുമാണ്. അതിൽ ചെറിയ സംഖ്യ ഏതാണ്? 3 ആണ്. അപ്പൊ 35 ആണ് 1225ന്റെ സ്ക്വയർ റൂട്ട്. അതുപോലെ നമുക്ക് കുറച്ച് ക്രിയകൾ ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. 20 25 2025. 20 ഏത് 2 അടുത്തടുത്ത സംഖ്യകൾ ഗുണിക്കുന്നതാണ്? 4ഉം 5ഉം കണ്ടോ. 4 5 20 ആണ്. അപ്പൊ അതിൽ ചെറിയ സംഖ്യ 4 ആണ്. 4 എഴുതുക. എന്നിട്ട് 25ന്റെ സ്ക്വയർ റൂട്ട് 5. ഓക്കെ, ഇതുപോലെ അടുത്ത സംഖ്യകൾ എഴുതാം. റൂട്ട് 3025. അപ്പോ 30 എന്ന് പറയുന്നത് ഏത് 2 അടുത്തടുത്ത സംഖ്യകൾ ഗുണിക്കുന്നതാണ്? 5ഉം 6ഉം കണ്ടോ. 5 6 30. അപ്പൊ അതിൽ ചെറിയ സംഖ്യ എടുക്കുക 5. 25ന്റെ സ്ക്വയർ റൂട്ട് 55. അപ്പൊ 30 25 55. നമുക്ക് 10 സെക്കൻഡ് പോലും തെളിച്ച് വേണ്ട ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ. ഓക്കെ, അടുത്തത് 4225 ആണ്. അടുത്തടുത്ത ഏത് സിംഗിൾ ഗുണിക്കുന്നതാണ്? 42. 6ഉം 7ഉം കണ്ടോ. 6 7 42. അതിൽ ചെറിയ സംഖ്യ എടുക്കുക 6. 25ന്റെ സ്ക്വയർ റൂട്ട് 5. ഓക്കെ, അടുത്തത് 5625. 5625. 56 ഏത് 2 അടുത്തടുത്ത സംഖ്യകൾ ഗുണിക്കുന്നതാണ്? 7ഉം 8ഉം കണ്ടോ. 7 8 56. അപ്പൊ അതിൽ ചെറിയ സംഖ്യ 7 എടുക്കുക. 25ന്റെ സ്ക്വയർ റൂട്ട് 5. ഓക്കെ, അടുത്തത് 7225. 72 ഏത് 2 അടുത്തടുത്ത സംഖ്യകളാണ്? 8ഉം 9ഉം. അതിലെ ചെറിയ സംഖ്യ 8. 9 8 72 ആണ്. അപ്പൊ അതിലെ ചെറിയ സംഖ്യ 8 എടുക്കുക. 25ന്റെ സ്ക്വയർ റൂട്ട് 5. അടുത്തത് 90 9025. 90 എന്ന് പറയുന്നത് ഏത് 2 അടുത്തടുത്ത സംഖ്യകൾ ഗുണിക്കുന്നതാണ്? 9ഉം 10ഉം കണ്ടോ. അപ്പൊ അതിൽ ചെറിയ സംഖ്യ ആരാണ്? 9 ആണ്. പിന്നെ 25ന്റെ സ്ക്വയർ റൂട്ട് 5. അപ്പൊ 9 5 ചേർന്ന് വരുമ്പോ 95 വരും. ഇങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന രീതി. 25 വരുന്ന സംഖ്യകൾ, അതായത് യൂണിറ്റ് പ്ലേസിന്റെയും ടെൻസ് പ്ലേസിന്റെയും സ്ഥാനത്ത് 2 വെച്ചും 25 വരുന്ന സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന രീതി ഇതാണ്. ഇനി നമുക്ക് മറ്റൊരു ടെക്നിക്ക് കൂടെ പഠിക്കാം. ഇതുവരെ നമ്മൾ പഠിച്ച 5ന്റെ കേസാണ്. ഇതിന് മറ്റ് സംഖ്യകളൊക്കെ എങ്ങനെയാണ് സ്ക്വയർ കണ്ടുപിടിക്കുന്നത് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാതെ മനക്കണക്കായിട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നു നമുക്ക് നോക്കാം. ഉദാഹരണം 11 സ്ക്വയർ. ഇതൊക്കെ നമുക്കറിയാം, കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നത് 11 സ്ക്വയർ 121 ആണ്. അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കുന്ന ഒരു രീതിയുണ്ട്. ഓക്കെ, ക്രിയ ചെയ്യാതെ. ഇതൊരു ക്രിയ ഇത് പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് ക്രിയ ചെയ്യാതെ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, ആദ്യം യൂണിറ്റ് പ്ലേസിന്റെ സ്ക്വയർ എടുക്കാം. 1ന്റെ സ്ക്വയർ 1. ഓക്കെ, ഫസ്റ്റ് അതാണ്. 3 സ്റ്റെപ്പാണ് ഇതിനുള്ളത്. ആ 3 സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം.
അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പ്ലേസിന്റെ സ്ക്വയർ എടുക്കുക. ഒറ്റയുടെ സ്ഥാനത്ത് സ്ക്വയർ എടുക്കുക. 1ന്റെ സ്ക്വയർ 1. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഗുണിക്കണം. അതായത് ഒറ്റയുടെ സ്ഥാനത്തെ 10ന്റെ സ്ഥാനത്തെ അക്കങ്ങൾ തമ്മിൽ ഗുണിച്ചിട്ട് അതിന്റെ ഇരട്ടി കണ്ടുപിടിക്കണം. അതിന്റെ 2 കൊണ്ട് ഗുണിക്കണം. ഇരട്ടി കണ്ടുപിടിക്കാൻ 2 കൊണ്ട് ഗുണിക്കണം. ഒന്നും കൂടെ ഗുണിച്ചാൽ 1 തന്നെ. അതിന്റെ 2 കൊണ്ട് ഗുണിച്ചാൽ 2. ഓക്കെ, അത് ഇവിടെ എഴുതുക. രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അതിന്റെ 10ന്റെ സ്ഥാനത്തെ അക്കത്തിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 10ന്റെ സ്ഥാനത്തെ അക്കവും 1 തന്നെയാണല്ലോ. 1ന്റെ സ്ക്വയർ എത്രയാണ്? 1. അങ്ങനെ ആൻസർ എടുക്കാം. ഓക്കെ, അപ്പൊ 121 ലഭിക്കും. അതുപോലെ 12ന്റെ സ്ക്വയർ ഉണ്ടോ? ഞാനൊരു 4-5 ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. 2ന്റെ സ്ക്വയർ 4 കണ്ട. ആദ്യം യൂണിറ്റ് പ്ലേസിന്റെ സ്ക്വയർ. ഓക്കെ, അതാണ് ആദ്യം എഴുതുന്നത്. രണ്ടാമത്തെ സ്ഥാനത്ത് ഇത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് അതിന്റെ ഇരട്ടി എഴുതണം. 1ഉം 2ഉം കൂടെ ഗുണിക്കുമ്പോൾ ഒരു 2 2, അതിന്റെ ഇരട്ടി 4 ഉണ്ടോ? അടുത്തത് മൂന്നാമതായിട്ട് 10ന്റെ സ്ഥാനത്തെ അക്കത്തെ സ്ക്വയർ. 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 തന്നെയാണ്. അപ്പൊ 12ന്റെ സ്ക്വയർ 144 ആണ്. അതുപോലെ 13ന്റെ സ്ക്വയർ. ഓക്കെ, ഇപ്പൊ പറഞ്ഞ പോലെ അതിന് 3 സ്റ്റെപ്പ് നോക്കുക. നമ്മൾ ഫാസ്റ്റ് ആയിട്ട് വേണം ചെയ്യാനിത്. ഇതിങ്ങനെ നമ്മൾ ആലോചിച്ച് 3ന്റെ സ്ക്വയർ അങ്ങനെ അതിനെക്കാളും 13നും 13 കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയല്ല, ഇത് പ്രാക്ടീസിലൂടെ നമുക്ക് വളരെ സ്പീഡിൽ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ സ്വയം ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അപ്പൊ സ്പീഡാകും. ഓക്കെ, 3ന്റെ സ്ക്വയർ 9. ആദ്യം ഒറ്റയുടെ സ്ഥാനത്തെ സ്ക്വയർ. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് എന്ത് ചെയ്യണം? അതിനെ 2 കൊണ്ട് ഗുണിക്കണം. 1 3 3, 3നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 2 6 കണ്ടോ? മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 10ന്റെ സ്ഥാനത്തെ അക്കത്തെ സ്ക്വയർ. 1ന്റെ സ്ക്വയർ 1 തന്നെ. അപ്പൊ 169 ആണ് 13ന്റെ സ്ക്വയർ. അതുപോലെ 14 സ്ക്വയർ. ആദ്യം 4ന്റെ സ്ക്വയർ 4 16. ഇവിടെ ശിഷ്ടം വരുന്നത് കണ്ടോ? ഇങ്ങനെ ഒരു സ്ക്വയർ 2 അക്കം വരികയാണെങ്കിൽ അതിൽ ഒരക്കം എഴുതാൻ പാടുള്ളൂ. ഒറ്റയുടെ സ്ഥാനത്ത് അക്കം മാത്രം എഴുതാൻ പാടുള്ളൂ. മറ്റേത് ശിഷ്ടമായിട്ട് കൊടുക്കുക കണ്ടോ? അപ്പൊ 4ന്റെ സ്ക്വയർ 16 6 എഴുതിയിട്ട് ശിഷ്ടം 1 കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഈ ശിഷ്ടം അടുത്ത സ്റ്റേജിൽ കൂട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു 4 4 ഇത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് അതിന്റെ ഇരട്ടിയല്ലേ? ഒരു 4 4 4 2 8, അതിന്റെ ഇരട്ടി 8 ആയി. ആ ശിഷ്ടം കൂടെ കൂട്ടുക. 8 1 9. ഓക്കെ, ഇനി ശിഷ്ടമില്ല, ആ ശിഷ്ടം പോയി. അടുത്ത 1ന്റെ സ്ക്വയർ 1 തന്നെ. അപ്പൊ 196 ആണ് ഉത്തരം. 15ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്ന രീതി നമ്മൾ പഠിച്ചു. 15ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 1ന്റെ തൊട്ടടുത്ത സംഖ്യ 2, ഒരു 2 2, പിന്നെ 5ന്റെ സ്ക്വയർ 225 കണ്ടോ? നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചതാണ്. അടുത്തത് 16 സ്ക്വയർ. ഫസ്റ്റ് സ്റ്റേജ് യൂണിറ്റ് പ്ലേസിന്റെ സ്ക്വയർ എഴുതുക. 6 6 36. 36 6 എഴുതാൻ പാടുള്ളൂ. ശിഷ്ടം 3 കൊടുക്കുക. അതിനുശേഷം 1 6 6, അതിന്റെ ഇരട്ടി കണ്ടോ? രണ്ടാമത്തെ സ്റ്റേജ് ഇത് രണ്ടും തമ്മിൽ ഗുണിച്ചിട്ട് അതിന്റെ ഇരട്ടി, അല്ലെങ്കിൽ ഇത് 3 കൂടെ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, 1 6 2 കൂടെ ഗുണിക്കുക. 1 6 6 6 2 12. ശിഷ്ടം ഉണ്ട് 3. അപ്പൊ അതുകൂടെ കൂടുക. 12 3 15ന് 5. ഇന്നയും ശിഷ്ടം വന്നു 1 കണ്ടോ? 15ന് 5 ശിഷ്ടം 1. അത് അടുത്ത സ്റ്റേജിലെ ക്രിയയുടെ കൂടെ കൂട്ടി കൊടുത്താൽ മതി. അപ്പൊ 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 തന്നെയാണ്. ആ 1ന്റെ കൂടെ ഈ ശിഷ്ടം കൂടെ കൂടുമ്പോൾ 2 എന്ന്. ഓക്കെ, അപ്പൊ 16 സ്ക്വയർ 256 ആണ്. അടുത്തത് 17 സ്ക്വയർ. 7ന്റെ സ്ക്വയർ 49. 7 7 49. അപ്പൊ 49 9 മാത്രം എഴുതുക. ശിഷ്ടം 4 എഴുതി നമ്മള്. ഓക്കെ, ആ ശിഷ്ടം അടുത്ത സ്റ്റേജിന്റെ ക്രിയയോടൊപ്പം കൂടി കൊടുക്കുക. 7 7, അതിന്റെ ഇരട്ടി 7ന്റെ ഇരട്ടി 14 ആണ്. 14നോട് ഈ 4 കൂടുമ്പോൾ 18. ശിഷ്ടം 1 കണ്ടോ? ഈ 1 മൂന്നാമത്തെ സ്റ്റേജിന്റെ കൂടെ കൂടി കൊടുക്കുക. 1ന്റെ സ്ക്വയർ എത്രയാണ്? മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 10ന്റെ സ്ഥാനത്തെ അക്കത്തെ സ്ക്വയർ ആണ്. അപ്പൊ 1ന്റെ സ്ക്വയർ 1, 1ന്റെ കൂടെ 1 കൂടുമ്പോൾ 229 ആണ് ഉത്തരം. ഇവിടെ പറയാം 3 സ്റ്റേജുകൾ. ഫസ്റ്റ് സ്റ്റേജ് യൂണിറ്റ് പ്ലേസിന്റെ സ്ക്വയർ. സെക്കൻഡ് സ്റ്റേജ് ഇത് രണ്ടും കൂടെ ഗുണിച്ചിട്ട്, അതായത് യൂണിറ്റ് പ്ലേസും ടെൻസ് പ്ലേസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിന്റെ ഇരട്ടി. തേർഡ് സ്റ്റേജ് ടെൻസ് പ്ലേസിന്റെ സ്ക്വയർ. ഓക്കെ, 10ന്റെ സ്ഥാനത്ത് അക്കത്തെ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. ഈ 3 സ്റ്റേജ് ക്രമമായി ഓർത്തിരുന്നത് ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. വലിയ 10 സെക്കൻഡിനുള്ളിൽ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും നമുക്ക് ഇതൊക്കെ. ഓക്കെ, അടുത്ത 18 സ്ക്വയർ. നിങ്ങൾ തന്നെ എന്നോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞു നോക്കണം, പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഓക്കെ, നമുക്ക് പഠിക്കാൻ സാധിക്കും. 8ന്റെ സ്ക്വയർ 64 4. അപ്പൊ ശിഷ്ടം 6 വരും. 8 8ന്റെ ഇരട്ടി എത്രയാണ്? 16. 16ന്റെ കൂടെ ഈ ശിഷ്ടം കൂടെ കൂട്ടുക. 16 6 22ന് 2. ശിഷ്ടം വീണ്ടും വന്നു 2. അത് മൂന്നാമത്തെ സ്റ്റേജിലെ സംഖ്യയോട് കൂടി കൊടുക്കുക. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 10ന്റെ സ്ഥാനത്തെ സ്ക്വയർ ആണ്. 1ന്റെ സ്ക്വയർ 1 തന്നെ. 1ന്റെ കൂടെ 2 കൂടെ കൂടുമ്പോൾ 3. അപ്പൊ 18ന്റെ സ്ക്വയർ 324 ആണ്. ഓക്കെ, അത് 19 സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. 19 സ്ക്വയർ
9ന്റെ സ്ക്വയർ 9 9 81 1 ശിഷ്ടം 8. ഓക്കെ, അത് അടുത്ത സ്റ്റേജിൽ കൂടി കൊടുക്കുക. 9 9 ഇത് രണ്ടും കൂടെ കുടിച്ചിട്ട് അതിന്റെ ഇരട്ടി 9 9 9ന്റെ ഇരട്ടി 18. 18ന്റെ കൂടെ 8 കൂടെ കൂടുക. 18 8 26 6 ശിഷ്ടം 2 ഉണ്ടാവും. അത് ആ ശിഷ്ടം മൂന്നാമത്തെ സ്റ്റേജിലോ കൂടെ കൂട്ടി കൊടുക്കുക. അപ്പൊ 1ന്റെ സ്ക്വയർ അതാണല്ലോ മൂന്നാമത്തെ സ്റ്റേജ്. 1ന്റെ സ്ക്വയർ 1 തന്നെ, ആ 1ന്റെ കൂടെ 2 കൂടെ കൂടുമ്പോൾ അപ്പൊ 361. ഓക്കെ, 20 സ്ക്വയർ. ഇത് നമുക്ക് ഈസിയാണ്. അറ്റത്ത് 0 വരുന്ന സംഖ്യയുടെ സ്ക്വയർ കിട്ടാൻ 10ന്റെ സ്ഥാനത്ത് അക്കത്തിന്റെ സ്ക്വയർ എഴുതുമ്പോൾ ഒരു 0 കൂടെ എത്ര 0 ഉണ്ടോ അതിന്റെ ഇരട്ടി 0 ഇട്ട് കൊടുക്കാൻ പറ്റും. 2ന്റെ സ്ക്വയർ 4 ആണ്. 0 എത്ര 0 ഉണ്ട്? ഒരു 0. അപ്പൊ ഇരട്ടി 0 ഇട്ട് കൊടുക്കാൻ പറ്റും. അത് നമുക്ക് അറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. ഓക്കെ, 21ന്റെ സ്ക്വയർ കണ്ടുപിടിച്ച് നോക്കാം. 1ന്റെ സ്ക്വയർ 1, 2 1 കൂടെ ഗുണിക്കുക 2 തന്നെ, അതിന്റെ ഇരട്ടി 4. അടുത്തത് 2ന്റെ സ്ക്വയർ മൂന്നാമത്തെ സ്റ്റേജ്. 2ന്റെ സ്ക്വയർ 4 തന്നെ, അപ്പൊ 441. അടുത്തത് 22ന്റെ സ്ക്വയർ ഫസ്റ്റ് സ്റ്റേജ് യൂണിറ്റ് പ്ലേസിന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ 4. സെക്കൻഡ് സ്റ്റേജ് ഇത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് അതിന്റെ ഇരട്ടി 2 4, 4ന്റെ ഇരട്ടി 8. ഓക്കെ, തേർഡ് സ്റ്റേജ് 10ന്റെ സ്ഥാനത്തക്കത്തെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ 4 ആണ്. ഓക്കെ, 23 സ്ക്വയർ ഫസ്റ്റ് സ്റ്റേജ് 3ന്റെ സ്ക്വയർ ആണ് 9. ശിഷ്ടമൊന്നുമില്ല ഇവിടെ. ശിഷ്ടം ഇല്ലെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി. സെക്കൻഡ് സ്റ്റേജ് ഇത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് അതിന്റെ ഇരട്ടി 3 2 6, 6ന്റെ ഇരട്ടി 12 ആണ്. 12ന് 2 എഴുതി ശിഷ്ടം 1 വന്നു. തേർഡ് സ്റ്റേജ് 2ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ 4 ആണ്. 4ന്റെ കൂടെ 1 കൂടെ കൂടുമ്പോൾ 5 വരും. അപ്പൊ 23ന്റെ സ്ക്വയർ 529 ആണ്. കണ്ടോ? 24 സ്ക്വയർ 4ന്റെ സ്ക്വയർ 16 4 ശിഷ്ടം 1. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് 2 4 കൂടെ ഗുണിക്കുക. 4 2 8, അതിന്റെ ഇരട്ടി എടുക്കുക. 8ന്റെ ഇരട്ടി 16. എന്നോട് ഈ 1 കൂട്ടുക. 16 1 17 7 ശിഷ്ടം വീണ്ടും 1. ആ 1 മൂന്നാമത്തെ സ്റ്റേജിൽ കൂട്ടി കൊടുക്കുക. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 10ന്റെ സ്ഥാനത്ത് സ്ക്വയർ. 2ന്റെ സ്ക്വയർ 4, 4 1 5, 576. 25ന്റെ സ്ക്വയർ നിങ്ങൾക്ക് അറിയാം. 25ന്റെ സ്ക്വയർ ഇടാൻ 2ന്റെ തൊട്ടടുത്ത സംഖ്യ നോക്കുക. 3 2 കൂടെ ഗുണിക്കുക 6. ഈ 5ന്റെ സ്ക്വയർ 25. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓക്കെ, അടുത്തത് 26ന്റെ സ്ക്വയർ. 6ന്റെ സ്ക്വയർ 36 6 ശിഷ്ടം 3. 2 കൂടെ ഗുണിക്കുക. സെക്കൻഡ് സ്റ്റേജ് 2 12, അതിന്റെ ഇരട്ടി 12ന്റെ ഇരട്ടി 24 ആണ്. അതിന്റെ കൂടെ ഈ ശിഷ്ടം കൂട്ടുക. 24 3 27 7 ശിഷ്ടം 2. മൂന്നാമത്തെ സ്റ്റേജ് 2ന്റെ സ്ക്വയർ 4, ആ ശിഷ്ടം കൂടെ കൂട്ടുക. 4 2 6, അപ്പൊ 676 ആണ് 26ന്റെ സ്ക്വയർ. അടുത്തത് 27 സ്ക്വയർ. 7 സ്ക്വയർ 49 9 ശിഷ്ടം 4. സെക്കൻഡ് സ്റ്റേജ് ഇത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് അതിന്റെ ഇരട്ടി 7 14, 14നെ 2 കൂടെ ഗുണിക്കുമ്പോൾ 28 കിട്ടും. 28ന്റെ കൂടെ 4 കൂടെ കൂട്ടുക. 28 4 32ന് 2 ശിഷ്ടം 3. അടുത്ത തേർഡ് സ്റ്റേജ് 2ന്റെ സ്ക്വയർ 4, 4ന്റെ കൂടെ ഈ 3 കൂടെ കൂട്ടുക 7, അപ്പൊ 729 ആണ്. കണ്ടോ? അടുത്തത് 28 സ്ക്വയർ. 8ന്റെ സ്ക്വയർ 64ന് 4 ശിഷ്ടം 6. സെക്കൻഡ് സ്റ്റേജ് ഇത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് അതിന്റെ ഇരട്ടി 8 2 16, 16 2 32. 32ന്റെ 6 കൂടെ കൂടുമ്പോൾ 38ന് 8 ശിഷ്ടം 3. തേർഡ് സ്റ്റേജ് 2ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ 4, 4 3 7, അപ്പൊ 784 ആണ്. 29 സ്ക്വയർ. ഓക്കെ, 9ന്റെ സ്ക്വയർ 81 1 ശിഷ്ടം 8. അടുത്തത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് അതിന്റെ ഇരട്ടി 9 2 18, 18ന്റെ ഇരട്ടി 36. 36 8 കൂടെ കൂട്ടാൻ നേരത്ത് 44, അപ്പൊ ശിഷ്ടം 4 വരും. അടുത്ത 2ന്റെ സ്ക്വയർ. അതിന്റെ കൂടെ 4 കൂടെ കൂട്ടുക. 2ന്റെ സ്ക്വയർ 4, 4 4 8, അപ്പൊ 840. 30ന്റെ സ്ക്വയർ നമുക്കറിയാം. 3ന്റെ സ്ക്വയർ 9. എന്നിട്ട് എത്ര 0 ഉണ്ടോ അതിന്റെ ഇരട്ടി 0 എടുത്ത് എഴുതിയാൽ മതിയാവും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ സ്ക്വയറുകളുടെ അസംഖ്യ. ഇതിന് മുകളിലുള്ള സംഖ്യകൾ നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എത്ര പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നിങ്ങൾ വേഗത്തിലാവുകയും ഈ കണക്കുകൾ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് മാറുകയും ചെയ്യും. ഈ ട്രിക്കുകളൊക്കെ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്റെ വീഡിയോ കാണുന്നവർ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ മറ്റ് ക്ലാസ്സുകാരനെ മാത്സ് 10ാം ക്ലാസ് 9ാം ക്ലാസ്സുകാരനെ മാത്സ് പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് ദിവസേന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ കണക്കുകൾ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കമന്റ് ചെയ്യുക. ആവശ്യമുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പുതിയ പുതിയ ട്രിക്കുകളുമായി ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.